കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. കൊള്ളാം, നല്ല പോകും. നന്നായിട്ടുണ്ട്. അഭിനയൊക്കെ എക്സ്ട്രാ ഓർഡിനറി, അടിപൊളി. നമുക്ക് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. ഫൈനൽ വരെ നമുക്ക് ത്രില്ലിങ്ങോട്ട് കാണാൻ പറ്റുന്ന പടമാണ്. പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ ഗുഡാണ്. അടിപൊളി പടം. അടിപൊളി, ഇഷ്ടപ്പെടും. നല്ല കൊള്ളാം ബ്രോ. ഹലോ കൊള്ളാം, നല്ല കൊള്ളാട്ടാ. ആവറേജ്, ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, കുഴപ്പമില്ല. നല്ല പടം. ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. പടം നല്ലതായിരുന്നു. സസ്പെൻസ് ത്രില്ലർ ആണ്, നല്ലോണം വർക്കൗട്ടായി പടം. പിന്നെ ലാസ്റ്റ് വരെ ആ സസ്പെൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്, രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. ഡീസൻറ്റ് വാച്ചാണ്. അടിപൊളി പടം, കൊള്ളാം. ആസിഫിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രില്ലർ അടിപ്പിക്കുന്നു. ഒരു സ്ലോ പടമാണ്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട്, കാണാൻ നല്ല മൂഡാണ്. അതെ, ആസിഫ് ഇത്രയും ബെറ്ററായി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നൊട്ടും വിചാരിച്ചില്ല, പക്ഷേ നല്ല പടമായിരുന്നു. കൂടുതൽ മേക്കിംഗ് തന്നെയാണ്, മേക്കിങ്ങും സ്ക്രിപ്റ്റും അത് തന്നെയാണ് മെയിൻ. പിന്നെ ആസിഫിൻ്റെ അഭിനയം സ്വാഭാവികം അടിപൊളിയായിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു. ആ കണക്ഷനാണ്, അതാണ് മെയിൻ. വന്നിരുന്ന് കാണാനുണ്ട്. ഒരാളെന്നുള്ളതല്ല, മൊത്തത്തിൽ സിനിമ ഗംഭീരമായിരുന്നു. വലിയ സംഭവമായിട്ടൊന്നും പ്രതീക്ഷ വരുത്. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് ചെയ്യാനുള്ള പടമുണ്ട്. നൈസായിട്ട് കണ്ടിരിക്കുക. വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു 80s കാലഘട്ടത്തിലേക്ക് ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ കൊള്ളാം. പിന്നെ എന്തായാലും അനശ്വര കറക്റ്റായിട്ട് ആ ഒരു ക്യാരക്ടർ പക്കായിട്ട് അനശ്വരയ്ക്ക് ആപ്റ്റായിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആസിഫ് അലി പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ്റെ പെർഫോമൻസും. പടം ജസ്റ്റ് വൺ ടൈം നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടിയുണ്ട്. പക്ഷേ നമ്മൾ ട്രailer കണ്ട് വലിയൊരു എക്സ്പെക്റ്റേഷനായിട്ട് പോകരുത്. ഇങ്ങനെയുടെ നേരത്തെ പടം ദി പ്രീസ്റ്റ്, അതിനെക്കാട്ടിലും ഫാർ ബെറ്ററാണ് ഈ ഒരു പടം. പക്ഷേ എനിക്ക് ഐഡൻറ്റിറ്റി അത്ര ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഐഡൻറ്റിറ്റിയാണ് കുറച്ചും കൂടെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. എന്തായാലും വൺ ടൈം വാച്ചബിൾ. അടിപൊളിയാണ്. ഇപ്പോൾ സ്ഥിരം ഒരു ടെംപ്ലേറ്റ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ എന്നാലും ആ ഒരു പോലീസ് കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിക്ക്. നല്ല പടമായിരുന്നു. സ്റ്റോറി ലൈൻ എല്ലാം കൊള്ളായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി, പിന്നെ ആസിഫ് അലിയുടെ ആക്ടിങ്, പിന്നെ അനശ്വര, എല്ലാവരുടെ റോളും നന്നായിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ ആൾക്കാരുടെ റോളും കാര്യങ്ങളായിട്ട് പ്ലേസ് ചെയ്ത ആൾക്കാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറി ലൈനാണ്, മടുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ്, പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കണം. അത് പോകുന്ന ത്രെഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നല്ല പടമായിരുന്നു. ലൈക്ക് ഓരോ സെക്ഷനും കാണിച്ചിരിക്കുന്നതും കൊള്ളാം, പാസ്റ്റും പ്രസൻറ്റും കൊള്ളാം. പിന്നെ പാസ്റ്റും പ്രസൻറ്റും റിവീൽ ചെയ്ത് വരുമ്പോൾ സ്റ്റോറി കൂടുതൽ അറിയുമ്പോഴത്തേക്കും ഗ്രാസ്പ് ചെയ്ത് ഇരുത്താൻ വെക്കും. മൂവി ഫുള്ളും കണ്ടിരിക്കാം. അല്ല, നല്ലൊരു വാച്ച് തന്നെയാണ്. ഡീസൻ്റ് എന്നല്ല, അതിനെക്കാട്ടിയും കൂടുതൽ നല്ലൊരു വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പോലീസ് സ്റ്റേഷൻ കൊള്ളായിരുന്നു. ഓവറോൾ നല്ലൊരു മൂവിയാണ്. റേറ്റിംഗോ ലൈക്ക് 10-ലൊരു 7 ഒക്കെ കൊടുക്കാം. സിനിമ കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആക്ടേഴ്സൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്, ആസിഫ് അലി നല്ലോണം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളായിരുന്നു, എബോ ആവറേജ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പോലീസ് സ്റ്റേഷൻ കൊള്ളായിരുന്നു. ആസിഫ് അലിക്ക് ആക്ച്വലി പോലീസ് സ്റ്റേഷൻ ചേരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത പടമായിരുന്നു. നല്ലതായിരുന്നു, നെഗറ്റീവ്സ് ആയിട്ടൊന്നും പറയാനില്ല. എല്ലാവരുടെയും അഭിനയമൊക്കെ കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. പടത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിനെ ഒരു മിക്സഡ് റിവ്യൂ വരുന്നുണ്ടെങ്കിൽ മലയാളി ഓഡിയൻസിൻ്റെ സ്റ്റാൻഡേർഡ് കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഒരു 5-6 വർഷം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇത് സൂപ്പർ ഹിറ്റ് ആവേണ്ട ഒരു ഇതാണ്. അത്യാവശ്യം നല്ലൊരു ഫ്രെയിം സ്റ്റോറി ഇതെല്ലാം ബിൽഡ് ചെയ്തിട്ട് ആ ഒരു പഴയ കാലത്തിനെ കൊണ്ടുവന്ന് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇടയ്ക്കൊരു മേറ്ററിനെ കാണിക്കുന്നുണ്ട്. ആ മേറ്ററിൻ്റെ മേക്കപ്പിനൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, നമുക്കത് മനസ്സിലാവുന്ന രീതിക്കുണ്ട്. അത് ഒഴിവാക്കി ഒരു സിനിമയായിട്ട് എടുത്തു നോക്കുവാണെങ്കിൽ നല്ലൊരു വർക്കാണ്. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, പക്ഷേ തിയേറ്ററിൽ നിന്ന് കാണുന്നതൊക്കെ ഒരു തവണ കാണാനുള്ള ഒരു ഇതേ ഉള്ളൂ. ബാക്കി അല്ലാത്ത രീതിയിലെല്ലാം എൻഗേജിങ് ആണ്. ഒരു തരത്തിലും ബോറടിപ്പിക്കുന്ന ഒരു ഇതൊന്നുമില്ല. നല്ല അത്യാവശ്യം ഇതായിട്ട് കൊണ്ടുവന്ന ഒരു നല്ലൊരു സിനിമ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല.